സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസിൽ 4 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് മൂന്നാമത്തെ ടൈപ്പ് നാലാമത്തെ ടൈപ്പ് ഇവിടെ പറയുന്നത് സെൻറ്റൻസിനെ 4 ടൈപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഇത് നോട്ടിൽ എഴുതിയെടുക്കുന്നത് വളരെ ഉപകാരമാകും. കാരണം ടോട്ടൽ എല്ലാ സെൻറ്റൻസിനെയും കൂടെ ഒറ്റൊരു 4 ടൈപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഇത് കുട്ടികളടക്കം മുതിർന്നവർക്ക് വരെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇത് വേഗം നോട്ടിൽ എഴുതിയെടുക്കാം. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ ഡിക്ലറേറ്റീവ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എ സെൻറ്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസേർഷൻ. ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസേർഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുത പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രസ്താവിക്കുന്ന ഒരു വാക്യം. എന്തെങ്കിലും ഒരു വസ്തുത പറയുക അല്ലെങ്കിൽ പ്രസ്താവിക്കുക. ഇങ്ങനെ പ്രസ്താവിക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അതിന് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ എക്സാമ്പിളാണ് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എക്സാമ്പിൾ എഴുതിയെടുക്കാം. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് 2 and 2 make 4. 2 and 2 make 4. 2 and 2 make 4. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കുന്നതിന് പറയുന്ന പേരാണ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ പേരാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. സെക്കൻഡാണ് ഇൻ്ററോഗേറ്റീവ്. സെക്കൻഡാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസ് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ചോദ്യം ചോദിക്കുന്ന വാക്യമാണ്. വളരെ ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം ചോദിക്കുന്ന ഏതൊരു സെൻറ്റൻസിനെയും ചോദ്യം ചോദിക്കുന്ന ഏതൊരു സെൻറ്റൻസിനെയും പറയുന്ന പേരാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? അതൊരു ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്തത് ഹൂ ഈസ് യുവർ ഫാദർ? ഹൂ ഈസ് യുവർ ഫാദർ. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ഹൂ ഈസ് യുവർ മദർ. ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഒരുപാട് ചോദ്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമലി നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാം കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചോദിക്കും ഹൗ ആർ യു? ഇതും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
നോട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് നോട്ട് എഴുതിയെടുക്കാം. അടുത്തത് തേർഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പറയാൻ പോവാണ്. തേർഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എല്ലാവർക്കും പരിചയമുള്ളതാണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ്സസ് എ കൊമാൻഡ് ഓർ ഓർഡർ. ഒരാൾക്ക് ഓർഡർ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നതിന് പറയുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യുക, ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ പ്രകടിപ്പിക്കലാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് ഇവിടെ എക്സാമ്പിൾ ഒരു 4 എഴുതുന്നുണ്ട്, അത് നോട്ടിൽ എഴുതിയെടുക്കാം. Give me your pen, please. Get out of the room. നമ്മൾ ഓർഡർ ചെയ്യാണ്. അടുത്തൊരു ഓർഡർ ചെയ്യുന്നതാണ് കം ഹിയർ. കം ഹിയർ. ഇതെല്ലാം ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അടുത്ത 4ാമത്തെ ടൈപ്പ് സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ്. 4ാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ്സസ് സ്ട്രോങ് ഫീലിംഗ്, അതായത് തീവ്രമായ വികാരം പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് വാട്ട് എ ഷെയിം, എന്തൊരു നാണക്കേട്, അത്രയും സ്ട്രോങ് ഫീലിങ്ങിൽ പറയുന്നതായിരിക്കും. അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ എക്സ്ക്ലാമേറ്ററി സിമ്പലും കൊടുക്കണം. വാട്ട് എ ഷെയിം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഹൗ കൈൻഡ് ആർ യു. ഇത്തരത്തിലുള്ള തീവ്രമായ ഫീലിങ്സോട് കൂടി പറയുന്ന സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സിംപ്ലി ലേണിംഗ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠനത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് ക്ലാസ്സിലുണ്ടാവും. മാത്സ്, ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോസും ക്ലാസ്സുകളും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ് കാണുന്നവർ എന്തായാലും മുഴുവനായിട്ടും ക്ലാസ് കാണുക. നിങ്ങൾ പകുതി ക്ലാസ് കാണുന്നതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഈ ക്ലാസ്സിൽ പഠിച്ചത് 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ്. ഒന്നാമത്തത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്.